നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. SIR നടപ്പിലാക്കി BJP വോട്ടുകൊള്ള നടത്തി ബീഹാറിൽ അധികാരം പിടിച്ചതുപോലെ ബംഗാളിൽ തിരിമറി നടത്താനാണ് പ്ലാൻ എങ്കിൽ പണി പാളും എന്ന് മമതാ ബാനർജി കാലേക്കൂട്ടി അറിയിച്ചിരിക്കുകയാണ്. മമത പറയുകയാണ്, ഇവിടെ ഈ കളികളൊന്നും നടക്കില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിച്ച് വലിയ അട്ടിമറി നടത്താൻ ശ്രമങ്ങൾ നടത്തുകയാണ്, പലരെയും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ കളികൾ കളിക്കുകയാണ്, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ ഭയപ്പെടുത്താനുള്ള ശ്രമമാണ്, അത് ഞാൻ ജീവിച്ചിരിക്കെ നടക്കില്ല എന്ന് മമതാ ബാനർജി ശക്തമായി തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ അമിത്ഷായും നരേന്ദ്രമോദിയും ഒന്നും കളിക്കാൻ കഴിയില്ല, ഇത് വേറൊരു സംസ്ഥാനമാണ്, ഈ സ്ഥലത്തിൻ്റെ ഭൂപ്രകൃതി എന്താണെന്ന് കൃത്യമായി നിങ്ങൾക്കറിയില്ല. നിങ്ങൾ ചിലപ്പോൾ മാജിക്കിലൂടെ കുറച്ച് സീറ്റുകളൊക്കെ ആളുകളെ കൺകെട്ട് വിദ്യകളൊക്കെ കാണിച്ച് കുറച്ച് സീറ്റുകളൊക്കെ തരപ്പെടുത്തി കാണും, അത് ലോക്സഭയിൽ. എന്നാൽ നിയമസഭയിൽ ആ പദ്ധതി നടക്കില്ല എന്ന് സുവേദു അധികാരിയും അതുപോലെ തന്നെ BJPയുടെ ഏറാമൂളികളും മനസ്സിലാക്കിക്കോളൂ എന്ന താക്കീത്, അതൊരു ഭീഷണിയുടെ സ്വരമാണ്. ചില സ്ഥലത്തൊക്കെ ചില റൗഡിസം കാണിച്ചാലേ നിലനിൽക്കാൻ കഴിയൂ എന്നുള്ളത് ശരിയാണ്. ഒന്ന് ആലോചിക്കണം, 34 കൊല്ലം ഇതിലും വലിയ കാട്ടാള ഭരണം ഒറ്റയടിക്ക് ചവിട്ടി തേച്ച് നിലംപതിച്ച് വാരിക്കൂട്ടി ഭിത്തിയിൽ അടിച്ചൊട്ടിച്ച ആളാണ് മമതാ ബാനർജി. അതായത് മമതയുടെ റേഞ്ച് എന്താണെന്ന് നന്നായി കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയാം. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പല കമ്മ്യൂണിസ്റ്റ് കടൽക്കിഴവന്മാരും പണ്ട് മന്ത്രിയും MLA മാരും ഒക്കെ ആയി ഇരുന്നവരാണ്. ബുദ്ധദേവ് ഭട്ടാചാര്യ ആയിരുന്നു അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. ബുദ്ധദേവ് ഭട്ടാചാര്യ അടക്കം എല്ലാത്തിനെയും പടിയടച്ച് പിണ്ടം വെച്ചാണ് ചാണകവെള്ളം തളിച്ച് മമതാ ബാനർജി ഐശ്വര്യമായി മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ 14 കൊല്ലമായി തുടരുന്നത്. ആ ചൈത്രയാത്രയിൽ പല രീതിയിലുള്ള വെല്ലുവിളികളും ഭീഷണികളും വന്നിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. കോൺഗ്രസിനെ പോലും പല കാര്യങ്ങളിലും അടുപ്പിക്കാതിരിക്കുന്നത് ശരിയായ രീതിയാണോ എന്ന് ചോദിക്കുമ്പോഴും മമതയുടെ ശൈലി എന്ന് പറയുന്നത് കോൺഗ്രസിന് 2011 ഏറ്റവും ആവശ്യമുള്ള സമയത്ത് അവരെ കൂടെ കൂട്ടി പിന്നീട് മമത തനിക്കുണ കാണിച്ചു എന്ന് പറയുമ്പോഴും മമത പറയുന്നുണ്ട്, ഞാൻ ഇവിടുത്തെ ജനക്ഷേമ പരിപാടികൾ, അതായത് മനുഷ്യരെ ജാതിപരമായോ മതപരമായോ വേർതിരിച്ചല്ല ഞാൻ കാണുന്നത്, എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഞാൻ സംരക്ഷിക്കും. അത് അവർ അക്ഷരപ്രതി ചെയ്യുന്നുണ്ട്. അതിനകത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് പോലും എതിരഭിപ്രായമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ രാജ്യത്ത് നടക്കുന്ന ഈ പൗരത്വ നിയമ വിഷയവും അതുപോലെ തന്നെ SIR നടപടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള ശക്തമായ ആരോപണവും വോട്ട് ചോരി വിഷയവുമെല്ലാം ഇന്ത്യ മുന്നണിയുടെ ഒരു വലിയ പ്രസ്റ്റീജ് വിഷയമാണ്. അതിനകത്ത് നെടുനായകത്വം രാഹുൽ ഗാന്ധി വഹിക്കുന്നതിൽ ആരെങ്കിലും സഖ്യകക്ഷികളായി ഏതെങ്കിലും രീതിയിൽ അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാനാണ് ശ്രമമെങ്കിൽ അതൊന്നും നടക്കില്ല എന്ന് മമത പറയുകയാണ്. രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് നേതൃത്വത്തിനും പരിപൂർണ പിന്തുണയെന്നാണ് മമത പറഞ്ഞിരിക്കുന്നത്. ബംഗാളിൽ കോൺഗ്രസുമായി നീക്കുപോക്കുണ്ടായിരിക്കും. ഇക്കുറി ബംഗാളിൽ കോൺഗ്രസ് CPIMുമായി ഒരിക്കലും കൂട്ടുകൂടരുത് എന്ന ഒരു സജഷൻ, ഒരു ഒപ്പീനിയൻ കൂടി മമത കൊടുത്തിരിക്കുകയാണ്. കാരണം CPIM അഥവാ ഇടതുപക്ഷം എന്ന് പറയുന്നത് നശിക്കപ്പെട്ടു പോയ ഒരു സിദ്ധാന്തമാണ്. ആ സിദ്ധാന്തത്തിൻ്റെ കൂടെ നിന്ന് കോൺഗ്രസ് സ്വയം അഴുകരുത് എന്നൊരു നിർദ്ദേശം കൂടി മമത വെച്ചിരിക്കുകയാണ്.